അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച. പ്രിയദർശിനി സർവീസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ. KSRTC MDയാണ് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ 6 ക്രമക്കേടുകൾ കൂടി കണ്ടെത്തിയതായി വിജിലൻസ് വിഭാഗം യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് വൈകിട്ട് നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB മുന്നറിയിപ്പ്. പുറത്തുനിന്ന് വൈദ്യുതി കിട്ടിയില്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് KSEBയുടെ അറിയിപ്പ്. 500 മെഗാവാട്ട് വരെ ഉപയോഗം കൂടാമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. സ്ത്രീകൾക്കായി KSRTC ആരംഭിച്ച പിങ്ക് ബസ് സർവീസിൽ രാവിലെ 4:30 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സർവീസിൽ ചികിത്സയ്ക്കായി പോകുന്ന സ്ത്രീ രോഗികൾക്കൊപ്പമുള്ള പുരുഷ കൂട്ടിരിപ്പുകാർക്കും സ്ത്രീ കൂട്ടിരിപ്പുകാർക്കുമൊപ്പമുള്ള പുരുഷ രോഗികൾക്കും യാത്ര ചെയ്യാൻ അനുമതി ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ ഇൻഷുറൻസ് ക്ലെയിം എന്ന വ്യാജേന സൈബർ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വടക്കേക്കര സ്വദേശി ഡെയിൻ ഫ്രാൻസിസിന് 2499 രൂപയാണ് നഷ്ടമായത്. ജൻധൻ യോജന പദ്ധതി എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. ബാങ്ക് ഓഫ് ബറോഡയിൽ ഉപഭോക്തൃ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഡാറ്റ ചോർച്ച ഉണ്ടായതായി ബാങ്ക് സ്ഥിരീകരിച്ചു. ജീവനക്കാരന്റെ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ചില ഉപഭോക്താക്കളുടെ വിവരങ്ങളിലേക്ക് അനധികൃതമായി പ്രവേശനം ലഭിച്ചതെന്ന് ബാങ്ക് അറിയിച്ചു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമുണ്ടായില്ലെന്ന കുറ്റസമ്മതവുമായി CPM. കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉള്ളത്. ഇന്നലെ രാത്രി പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയനെ വിമർശിക്കാൻ എന്തിനു പേടിക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പാർട്ടി കമ്മിറ്റികളിൽ താനടക്കം അദ്ദേഹത്തെ വിമർശിക്കാറുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. എന്നാൽ അക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാറില്ലെന്നും അത് പാർട്ടി സംഘടനാ കാര്യമാണെന്നും പറയേണ്ടത് പാർട്ടിയിൽ പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ കേസിൽ തന്നെ പ്രതിയാക്കിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് രമേശ് പിഷാരടി. തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് പിഷാരടി മുൻസിഫ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് പരാമർശം. പ്രിയദർശിനി ബസ്സിലെ 2 യാത്രക്കാരികളിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയി. കോഴിക്കോട്ട് പാലക്കാട് റൂട്ടിലോടുന്ന ബസ്സിൽ നിന്നും 2 പവന്റെ മാലയും പെരിന്തമണ്ണയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സിൽ നിന്ന് 3 പവൻ വരുന്ന താലിമാലയുമാണ് നഷ്ടപ്പെട്ടത്. ബസ്സിലെ തിരക്ക് മുതലെടുത്താണ് മോഷണം നടന്നത്. സംവിധായകനും രാഷ്ട്രീയക്കാരനുമായ അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും മുന്നോട്ട് സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു. 2020 പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അഖിൽ മാരാറിന്റെ പടിയിറക്കം. തെരഞ്ഞെടുപ്പിന് ശേഷം സാബു M ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്നും കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്ത് സാബു തന്നെ വഞ്ചിച്ചെന്നും 2020 സാബുവിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് മാത്രമുള്ള പാർട്ടിയെന്നും അഖിൽ തുറന്നടിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവർ പെരുമ്പുഴ കുളത്തിൻകര കടയിൽ വീട്ടിൽ സിയാദ് ചികിത്സയിലിരിക്കെ മരിച്ചത് പോലീസിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണെന്ന ആരോപണത്തെ തുടർന്നുണ്ടായ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കുണ്ടറ കൊല്ലം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു സിയാദ്. കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് സിയാദ് എന്ന യുവാവ് മരിച്ചെന്ന ആരോപണത്തിൽ മുസ്ലിം ലീഗിനെതിരെ KT ജലീൽ. ഇതെങ്ങാനും LDF കാലത്താണ് നടന്നിരുന്നതെങ്കിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകും? പിണറായിയുടെ പോലീസ് ഒരു മുസ്ലിമിനെ തല്ലിക്കൊന്നെന്നും പറഞ്ഞ് ലീഗും യൂത്ത് ലീഗും റോഡിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാകുമോ എന്നും KT ജലീൽ ചോദിച്ചു. വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ വിതരണം ചെയ്ത വടക്കുള്ളിൽ നിന്ന് യാത്രക്കാരന് ലഭിച്ചത് ഫെവിക്വിക് പച്ചയുടെ ട്യൂബ്. മൈസൂരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ഞായറാഴ്ചയാണ് സംഭവം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ പരാതിയിലാണ് നടപടി എടുത്തിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ശുചിമുറിയിൽ ബക്കറ്റിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം നിലമ്പൂർ അകമ്പാടത്തെ ആശുപത്രിയിലാണ് സംഭവം. ചാലിയാർ സ്വദേശിയായ യുവതിയാണ് കുട്ടിയെ ഉപേക്ഷിച്ചത്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അസുഖബാധിതനായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മല്ലപ്പള്ളിയിൽ വീണ്ടും സെമിത്തേരിയിൽ ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം. കുടുംബ കല്ലറയ്ക്ക് മുകളിലെ ഗ്രാനൈറ്റ് ഷീറ്റാണ് മോഷണം പോയത്. മല്ലപ്പള്ളി മാർത്തോമ പള്ളി സെമിത്തേരിയിലെ കല്ലറയിലാണ് മോഷണം. പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകി. ഇടുക്കി കുമ്മളി ചോറ്റുപാറ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ചോറ്റുപാറ മുത്തയ്യൻ ഉന്നതിയിലെ ആനന്ദന്റെ വീടിന് സമീപമാണ് കരടി എത്തിയത്. കരടിയെ ഉടൻ തന്നെ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. കർണാടകയിലെ എല്ലാ എഞ്ചിനീയറിംഗ്, ആർട്സ്, സയൻസ് കോളേജുകളിലും വിദ്യാർത്ഥികൾക്കായി HIV പരിശോധനയും കൌൺസിലിംഗും സംഘടിപ്പിക്കാൻ തീരുമാനം. കർണാടക സ്റ്റേറ്റ് എയ്ഡഡ് പ്രൊവിഷൻ സൊസൈറ്റിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും കോളേജിയറ്റ് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റും ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ആരംഭിച്ചു. സമരക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളും രാവിലെ സ്തംഭിപ്പിച്ചിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭ വീണ്ടും ചേർന്നാണ് ബില്ലിൽ ചർച്ച തുടങ്ങിയത്. അതേസമയം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിലെത്താത്തതിനെ ചോദ്യം ചെയ്തെങ്കിലും ചർച്ചയിൽ പ്രതിപക്ഷം സഹകരിക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള രാഷ്ട്രീയ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാമിൽ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം നിലവിൽ 105 മില്യൺ പിന്നിട്ടു. ഇതോടെ ഇൻസ്റ്റഗ്രാമിൽ 100 മില്യൺ ഫോളോവേഴ്സിനെ കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നേതാവായിരിക്കുകയാണ് മോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച സെൽഫി വീഡിയോ താൽക്കാലികമായി പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ ക്ഷമ ചോദിച്ച് മെറ്റ. സാങ്കേതിക തകരാറിനെ തുടർന്നുണ്ടായ പിഴവാണ് ഇതെന്നും വീഡിയോ പിന്നീട് പുനഃസ്ഥാപിച്ചതായും കമ്പനി അറിയിച്ചു. ഡൽഹി സമരത്തിൽ പരിക്കേറ്റവർ ജനക്കൂട്ടത്തിന് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. പെല്ലറ്റ് ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരവും ചികിത്സയും ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. CJP നേതാക്കൾ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ 1 മാസത്തിലേറെയായി സമരരംഗത്തുണ്ടായിരുന്ന പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ഭക്ഷണവും താമസ സൗകര്യവും പോലുമില്ലാതെ ജന്തർ മന്ദറിൽ ഉപേക്ഷിച്ചുവെന്ന ആരോപണവുമായി രാഷ്ട്രീയ നിരീക്ഷകനും CJP മുൻനിര പിന്തുണക്കാരനുമായ മേഘ്നാഥ് എസ്. വിജയം എപ്പോഴും വിനയത്തോടെയാകണമെന്ന് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അംഗങ്ങൾ നടത്തിയ ആഘോഷങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം. കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച സമരത്തിനിടെ സ്ഥാപിച്ച മുഖം തിരിച്ചറിയൽ ക്യാമറകളിലൂടെ 2873 പേരെ പരിശോധിച്ചപ്പോൾ ഇതിൽ 989 പേർക്ക് വിവിധ ക്രിമിനൽ കേസുകളിലെ പശ്ചാത്തലമുണ്ടെന്ന് ഡൽഹി പോലീസ്. അതേസമയം സമരത്തിൽ പങ്കെടുത്തവരുടെ മുഖവിവരങ്ങൾ ശേഖരിച്ചതിനെതിരെ സ്വകാര്യതാ ലംഘനമെന്ന ആരോപണം ഉയർന്നതോടെ വിഷയം ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ രൂക്ഷമായി വിമർശിച്ച് BJP MPയും നടിയുമായ കങ്കണ റണാവത്ത്. സമരത്തിൽ പങ്കെടുത്ത യുവാക്കളെ വൃത്തിയില്ലാത്തവരെന്ന് പരാമർശിച്ച കങ്കണ ഉത്തരവാദിത്വമില്ലാതെ സ്വന്തമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണിവരെന്നും വിമർശിച്ചു. തങ്ങളുടെ ടാൽക്കം പൗഡർ ഉപയോഗിച്ചതുവഴി അണ്ഡാശയ അർബുദം വന്നുവെന്നാരോപിച്ചുള്ള 10,000-കണക്കിന് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസൺ. നഷ്ടപരിഹാരമായി $5.5 ബില്യൺ നൽകാനാണ് കമ്പനിയുടെ തീരുമാനം. ഫ്രാൻസിൽ കോടതി സമുച്ചയത്തിന് സമീപം സ്ത്രീകൾക്ക് നേരെ കത്തിയാക്രമണവുമായി യുവാവ്. പാരീസിലെ പോർട്ട് ഡി ക്ലിഷിയിലുള്ള കോടതി സമുച്ചയത്തിന് സമീപമാണ് കത്തിയാക്രമണം നടന്നത്.
അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ആക്രമണമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു ആക്രമണം. ഇറാഖി മണ്ണിൽ നിന്ന് സൗദി അറേബ്യയ്ക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന സൗദിയുടെ ആരോപണത്തെ തുടർന്ന് ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.